ഏറ്റവും ടോപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 1000 അടി ഉയരെയാണ് ഈ ഒരു പാറയിലെ ഈ ഒരു മുകൾ വശം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് നമ്മളൊരു ചെറിയൊരു ഏർമാടം പോലെയൊക്കെ ഉണ്ട്, ഇത് കാണാം. ഇതാണ്, ഇതിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ബാക്കിലോട്ട് കണ്ടടൊക്കെ പണി നടക്കുന്നതാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളൊരു അടിപൊളി സ്ഥലമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പോത്തങ്കോടാണ്. പോത്തങ്കോട് മടവൂർ പാറ എന്ന് പറയുന്നൊരു സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പോകുന്ന വഴികൾ തന്നെ ഇങ്ങനെ ആദ്യം ഈ ഒരു കൊച്ചു വഴി കൂടെയാണ് നമുക്കിങ്ങനെ കയറി പോകുള്ളത്. വേറൊരു മെയിൻ വഴിയുണ്ട്, അതിന് ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ്, ഇത് ബാക്ക് സൈഡായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പോത്തങ്കോട് നിന്ന് ശ്രീകാര്യത്തോട്ട് പോകുന്ന വഴിക്കാണ്. പോത്തങ്കോട് നിന്ന് ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. മടവൂർ പാറ എന്നാണ് ഇതിൻ്റെ പേര്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഒരു സ്റ്റേജ് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്, എന്തോ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നടത്താൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാൻറ്റീൻ അവിടെ താഴെയാണ്, ക്യാൻറ്റീൻ നമ്മൾ കാണിച്ചു തരാം. അങ്ങോട്ട് പോകുന്നുണ്ട്. പുറകുവശത്തു കൂടിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റോപ്പിലൂടെയൊക്കെ പിടിച്ച് വേണം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറി പോകാൻ. നല്ല കുത്തനെ കിടക്കുന്ന ഒരു പാറയാണ്. പാറയുടെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് അതിപുരാതനമായ ഒരു ക്ഷേത്രം കൂടിയുണ്ട്. കൊത്തുകല്ലിൽ തീർത്ത ഒരു ഗുഹാക്ഷേത്രമാണ് അവിടെ ഫ്രണ്ടിലുള്ളത്. അപ്പം നമുക്ക് കയറി വന്ന സമയത്ത് അതിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല, കാര്യം അമ്പലം അടച്ചേക്കുമായിരുന്നു. രാവിലെയും വൈകിട്ടും വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വന്നത് ഒരു ഉച്ച സമയത്തായിരുന്നു. ഇതിന് മുകളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഓലയും കറ്റയും മുളകൾ അങ്ങനെയുള്ളതെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്. പുരാതന ശൈലിയിലുള്ള ചെറുകിട കൂരകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും താഴെയായിട്ടൊരു കുടുംബശ്രീ ക്യാൻറ്റീനുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും ഉള്ള ഒരു ചെറിയ ക്യാൻറ്റീനാണ്. ഉച്ച സമയത്ത് വരുന്നവർക്ക് ഇവിടെ ചോറൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ ഇതിൻ്റെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. എന്താ ഇതുണ്ട്, അകത്തൊക്കെ മൊത്തം ഒരു ഓല ഇട്ട് കെട്ടിയേക്കാണ്. പക്ഷേ ഇപ്പോൾ വെളിയിൽ വരുമ്പോഴത്തേക്ക് നോക്കിയാൽ മേളിലുണ്ട് പുല്ലിട്ടേക്കുവാണ്. അപ്പോൾ ഈ പുല്ലിൻ്റെയും ഈ ഓലയുടെ ഇടയിലായിട്ട് അവർ ടാർപ്പയൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ടാർപ്പയൊക്കെ ഇട്ടിട്ടാണ് അവരിങ്ങനെ ഇത് ചെയ്യുന്നത്. കാര്യം അപ്പോഴത്തേക്ക് ഇത് ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും, നശിച്ചു പോകത്തില്ല അങ്ങനെ പെട്ടെന്ന്.